കൂട്ടുകാരുമൊത്ത് ഒളിച്ചു കളിക്കുന്നതിനിടെ അപ്പൂപ്പന്റെ മുറിയിലെ കട്ടിലിനടിയിൽ കയറിയിരുന്ന 12 വയസ്സുകാരി കൊച്ചുമകൾ ആ മുറിയിൽ കണ്ട കാഴ്ചയിൽ വാ പൊത്തിപ്പോയി. എന്താണ് അവിടെ ആ കുട്ടി കണ്ട ആ കാഴ്ച? വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. തെലങ്കാനയിലെ കമ്മം സിറ്റി സ്ഥലത്താണ് നരസിംഹറാവു എന്ന 67കാരൻ താമസിച്ചിരുന്നത്. ഇയാളുടെ ഭാര്യ വർഷങ്ങൾക്ക് മുൻപേ അസുഖം വന്ന് മരിച്ചുപോയി. ഇയാൾക്ക് പിന്നെ ആകെ ഉള്ളത് ഒരേ ഒരു മകൻ ഹരികൃഷ്ണനാണ്. ഹരികൃഷ്ണൻ വിവാഹമൊക്കെ കഴിഞ്ഞ് ഭാര്യയും 2 പെൺകുഞ്ഞുങ്ങളുമായിട്ട് കഴിയുകയാണ്. ഹരിയുടെ ഭാര്യയുടെ പേര് സുനിത എന്നാണ്. ഭാര്യയും മക്കളെയും ജീവന് തുല്യമാണ് ഹരി സ്നേഹിക്കുന്നത്. അവർക്ക് എന്ത് വാങ്ങിക്കൊടുത്താലും അയാൾക്ക് മതിയായില്ല. 2 പെൺകുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തണമെന്നത് ഹരിയുടെ വലിയ ഒരു ആഗ്രഹമാണ്. അതിനായി അയാൾ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടു. ഹരിയുടെ ജോലി എന്ന് പറയുന്നത് ലോറി ഡ്രൈവറാണ്. എന്നാൽ ലോറി ഓടിക്കഴിഞ്ഞ ശേഷം മിച്ചമുള്ള സമയവും എന്തിനു പാഴാക്കണമെന്ന് വിചാരിച്ചിട്ട് ഹരി കൂലിക്ക് ഓട്ടോയും ഓടിക്കാൻ തുടങ്ങി. അച്ഛൻ, ഭാര്യ, മക്കൾ എന്ന ഒരു ലോകം വിട്ട് ഹരിക്ക് വേറെ ഒന്നുമില്ല. വയസ്സായതുകൊണ്ട് തന്നെ അച്ഛനോട് ഒരു പണിക്കും പോകാതെ വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കാൻ ഹരി പറയുകയാണ്. അതുപ്രകാരം ചെറിയ ജോലിക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന നരസിംഹറാവു പിന്നെ വീട്ടിലിരിപ്പായി. അതുപോലെ തന്നെ ഭാര്യയെയും ഒരു ജോലിക്കും വിടാതെ ഹരി നല്ലോണം സംരക്ഷിച്ചു പോന്നു. രാവിലെ മക്കളെ സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ ഹരിയും ജോലിക്ക് പോകും. പിന്നീട് സുനിത വീട്ടുജോലിയൊക്കെ ചെയ്ത് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിപ്പാണ്. ഇങ്ങനെ പോകവേ സുനിത തൻ്റെ പ്രായത്തിലുള്ള ആ നാട്ടിലെ ഒരാളുമായിട്ട് അടുപ്പത്തിലാവുകയാണ്. അവൾ ഇടയ്ക്കിടയ്ക്ക് കാമുകൻ്റെ വീട്ടിൽ പോകാനും തുടങ്ങി. ഇവർ തമ്മിൽ വഴിവിട്ട ഒരു റിലേഷനിലേക്ക് കാര്യങ്ങളൊക്കെ നീങ്ങുകയാണ്. ഏകദേശം ഒരു 6 മാസത്തോളം സുനിത ഈ രഹസ്യബന്ധം ആരും അറിയാതെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ആൾക്കാരിൽ ഇത് ചെറിയ തോതിൽ സംസാരത്തിനിടം പിടിച്ചു. ഇത് വൈകാതെ സുനിതയുടെ അമ്മായിയപ്പനായ നരസിംഹറാവുവിൻ്റെ കാതിലും എത്തി. നരസിംഹറാവുവിന് ഇതറിഞ്ഞ് ആകെ കലി കയറുകയാണ്. കുടുംബത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന തൻ്റെ മകനെ ചതിക്കാൻ ഇവൾക്ക് എങ്ങനെ തോന്നി എന്ന് ആലോചിച്ച അയാൾ സുനിതയോട് നേരിട്ട് പോയി ഇത് ചോദിച്ചു. തൻ്റെ അമ്മായിയപ്പൻ എല്ലാം അറിഞ്ഞുവെന്ന് മനസ്സിലാക്കിയ സുനിതയ്ക്ക് അയാളുടെ ദേഷ്യം കയറിയ കണ്ണിലേക്ക് നോക്കാൻ തന്നെ ഭയം തോന്നി. അവൾ നരസിംഹറാവുവിൻ്റെ കാലിൽ സാഷ്ടാംഗം വീണ് കരഞ്ഞ് മാപ്പപേക്ഷിച്ചു. ഇനി ഇതൊന്നും ആവർത്തിക്കില്ല, ഇത് ഹരിയോട് പറയരുത്, ഹരി അറിഞ്ഞാൽ എൻ്റെ ജീവിതം ഇതോടെ ഇവിടെ തീരുമെന്നും പറഞ്ഞിട്ട് സുനിത പൊട്ടിക്കരയുകയാണ് അയാളുടെ കാലിൽ പിടിച്ച്. എന്നാൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് നിന്ന നരസിംഹറാവു പെട്ടെന്ന് ശാന്തനായി. അയാൾ മരുമകളെ എഴുന്നേൽപ്പിച്ച് അവളെ സമാധാനപ്പെടുത്തി. ഞാനിത് തൽക്കാലം ഹരിയോട് പറയുന്നില്ല, നീ ഇനി ഈ ഒരു തെറ്റ് ഒരിക്കലും ആവർത്തിക്കാതിരുന്നാൽ മതി. ഇത് കേട്ട സുനിതയ്ക്ക് വലിയൊരു സമാധാനം കിട്ടുകയാണ്. പെട്ടെന്ന് നരസിംഹറാവുവിൻ്റെ വായിൽ നിന്നും വന്ന കാര്യം കേട്ട് അവൾ ഞെട്ടുകയും ചെയ്തു. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇപ്പോഴുള്ള ഈ കാമുകനുമായിട്ടുള്ള ബന്ധം പാടില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാനുമായിട്ട് ബന്ധം വയ്ക്കുന്നതിൽ നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. സുനിത ഇത് കേട്ട് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും ഇത് തെറ്റാണ്, ഇതിനെനിക്ക് പറ്റില്ല, നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് എന്നൊന്നും അവൾ പറയുന്നില്ല. അവൾ അമ്മായിയപ്പന് അനുകൂലമായി തന്നെ ചിന്തിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാമുകൻ ഒഴിവായാലും വീട്ടിൽ തന്നെ ഒരാളുണ്ടല്ലോ എന്ന ഒരു മനോഭാവമാണ് പിന്നീട് അവൾക്കുള്ളത്. പിന്നെ അവളുടെ രഹസ്യങ്ങൾ ഭർത്താവ് അറിയുകയും ഇല്ല. നരസിംഹറാവു സ്വന്തം മകനാണ് താൻ ദ്രോഹം ചെയ്യുന്നതെന്ന ഒരു മനസാക്ഷിക്കുത്തില്ലാതെയാണ് മരുമകളായ സുനിതയുമായിട്ട് പിന്നീട് ശാരീരിക ബന്ധം പുലർത്തുന്നത്. ഹരി രാവിലെ ജോലിക്ക് പോകുന്നതിന് പുറകെ മക്കളും സ്കൂളിൽ പോകും. പിന്നെ ആ വീട്ടിൽ നരസിംഹറാവുവും സുനിതയും മാത്രമാണ് ഉള്ളത്. അവരവരുടെ വഴിവിട്ട ബന്ധത്തിലേർപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 2022 ഫെബ്രുവരി 7 സ്കൂൾ അവധിയായത് കാരണം കുട്ടികൾ 2 പേരും അന്ന് സ്കൂളിൽ പോയില്ല. സാധാരണ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ കുട്ടികൾ വീട്ടിലുള്ളപ്പോൾ അയൽപക്കത്തെ കുട്ടികളുടെ കൂടെയൊക്കെ ഈ കുട്ടികൾ കളിക്കാൻ പോകുന്നത് പതിവാണ്. ആ നേരത്താണ് ഇവർ 2 പേരും ഒന്നിക്കുന്നതൊക്കെ. അന്നും സ്കൂൾ അവധിയായതുകൊണ്ട് കുട്ടികൾ പുറത്ത് കളിക്കാൻ പോയി. കുട്ടികൾ കണ്ണുപൊത്തി കളിയാണ് കളിച്ചുകൊണ്ടിരുന്നത്. ആ സമയം സുനിതയുടെ മൂത്ത കുട്ടിയായ 12 വയസ്സുകാരി മഹാദേവി വീട്ടിനകത്തേക്ക് ഒളിച്ചിരിക്കാൻ ഓടിക്കയറി. ആ കുട്ടി നേരെ ഓടിച്ചെന്ന് ഒളിച്ചിരിക്കാൻ നോക്കിയത് അപ്പൂപ്പനായ നരസിംഹറാവുവിൻ്റെ മുറിയിലെ കട്ടിലിനടിയിലാണ്.
ഈ സമയത്ത് മഹാദേവി ഓടിക്കയറിയത് കാണാതെ സുനിതയും നരസിംഹറാവുവും ആ മുറിയിലെത്തി. ഇവർ വരുന്നത് കണ്ടിട്ടും ഒളിച്ചിരിക്കുന്നത് കൊണ്ട് കുട്ടി ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ആ മുറിയിൽ നിന്നും അപ്പൂപ്പൻ്റെയും അമ്മയുടെയും ചിരിയും വർത്താനവും ഒക്കെ കേട്ട് കട്ടിലിനടിയിൽ നിന്നും പുറത്തേക്ക് വന്ന ആ 12കാരി കാണുന്നത് ഉടുതുണിയില്ലാതെ തൻ്റെ അപ്പൂപ്പനും അമ്മയും ഒരുമിച്ച് കിടക്കുന്നതാണ്. ഇത് കണ്ട കുഞ്ഞ് ഭയന്നുപോയി. എന്നാൽ അതിനേക്കാളും ഭയന്നത് സുനിതയും നരസിംഹറാവുമാണ്. ഇവർ തീരെ പ്രതീക്ഷിച്ചില്ല മഹാദേവി അവിടെ ഉണ്ടെന്നുള്ള കാര്യം. ഉടനെ തന്നെ കുട്ടി ഓടി മറ്റൊരു മുറിയിൽ പോയി ഭയന്ന് വിറച്ചിരുന്നു. ഇത് കണ്ട് സുനിതയും നരസിംഹറാവുവും അരികിൽ ചെന്ന് കുട്ടിയെ വശത്താക്കാൻ ശ്രമങ്ങൾ തുടങ്ങി. മോളെ, നീ ഇവിടെ കണ്ടതൊന്നും അച്ഛനോടും കൂട്ടുകാരോടും പറയരുതേ എന്ന് സുനിത പറയുകയാണ്. എന്നാൽ ആ കുഞ്ഞ് ഞാനിത് അച്ഛൻ വരുമ്പോൾ പറയുമെന്ന് വാശി പിടിച്ചു. അരമണിക്കൂറോളം ഇവർ രണ്ടുപേരും വാതിലടച്ച് കുറ്റിയിട്ട് പല സാധനങ്ങളും വാങ്ങിക്കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മഹാദേവിയെ വരുതിയിൽ കൊണ്ടുവരാൻ നോക്കി. എന്നാൽ ഈ സോപ്പിടലിൽ ഒന്നും ആ കുഞ്ഞ് വീണില്ല. 12 വയസ്സ് മാത്രമേ ഉള്ളുവെങ്കിലും ആ ഒരു കാഴ്ച എന്തോ ഒരു മോശമാണെന്നുള്ളതും അമ്മയും അപ്പൂപ്പനും എന്തോ ഒരു കള്ളം ചെയ്യുകയാണെന്നുമുള്ള തോന്നലായിരിക്കണം ആ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അച്ഛനോട് ഞാൻ എല്ലാം പറയും എന്നു മാത്രം ആ കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇനി സമയം കളഞ്ഞിട്ട് കാര്യമില്ല എന്ന് കരുതി അവർ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുകയാണ്. സുനിത മഹാദേവിയെ ബലമായി എടുത്ത് മുറിക്കകത്തേക്ക് കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി. അതിൻ്റെ കൈയും കാലും കട്ടിലിൽ കെട്ടിയിട്ടു. ബഹളം വയ്ക്കാൻ തുടങ്ങിയതും അവൾ ആ കുഞ്ഞിൻ്റെ വായിലൊരു തുണിയും തിരികെ വെച്ചു. ഇത് നോക്കി നിന്ന നരസിംഹറാവു തൻ്റെ പേരക്കുട്ടിയുടെ കഴുത്തിൽ അവിടെ കിടന്ന സുനിതയുടെ ഒരു ഷാൾ ഉപയോഗിച്ച് മുറുക്കി വലിക്കാൻ തുടങ്ങി. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞത് മഹാദേവി പിടഞ്ഞ് മരണപ്പെട്ടു. മരണം ഉറപ്പാക്കിയ ശേഷം ഇതൊരു കൊലയാണെന്ന് കണ്ടുപിടിച്ചാൽ നമ്മൾ രണ്ടുപേരും ജയിലിൽ പോകേണ്ടി വരും, അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് ചിന്തിച്ച് ഉടനെ തന്നെ മഹാദേവിയുടെ കഴുത്തിൽ നിന്നും വായിൽ നിന്നുമൊക്കെ തുണി മാറ്റിയ ശേഷം നരസിംഹറാവുവും സുനിതയും കൂടി അലമുറയിട്ട് വിളിച്ചുകൊണ്ട് മഹാദേവിയെ എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് ഓടുകയാണ്. അവിടെ കൊണ്ടുചെന്ന ഉടനെ നരസിംഹറാവു ഡോക്ടറോട് പറഞ്ഞത് തൻ്റെ കൊച്ചുമകൾക്ക് പെട്ടെന്ന് ഫിറ്റ്സ് വന്ന് വീണു, ഒരു ബോധവും ഇല്ല, പിന്നീട് അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഡോക്ടറെ എന്നും പറഞ്ഞിട്ട് കരയാൻ തുടങ്ങുകയാണ്. മഹാദേവിയുടെ പൾസ് പരിശോധിച്ച ഡോക്ടർ അപ്പോൾ തന്നെ പറഞ്ഞു കുട്ടി മരിച്ചുപോയി എന്ന്. എന്നാൽ മഹാദേവിയുടെ ശരീരത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഡോക്ടർ ശ്രദ്ധിച്ചു. കഴുത്തിൽ ചുവന്ന പാട്, ശരീരത്തിൽ അവിടെ ഒരു ബലപ്രയോഗം നടത്തിയ രീതിയിലുള്ള പാടുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇവർ പറയുന്ന പ്രകാരമാണെങ്കിൽ ഫിറ്റ്സ് വന്ന് പെട്ടെന്നൊരു മരണം സംഭവിക്കാൻ ചാൻസ് ഇല്ല എന്ന് ഡോക്ടറിന് മനസ്സിലായി. ഇത് ഡോക്ടറിൽ ഒരു മർഡർ ആണോ ഇതെന്നൊരു സംശയം ജനിപ്പിക്കുകയാണ്. ഇതിനിടയ്ക്ക് നരസിംഹറാവു മഹാദേവിയുടെ ബോഡി എടുത്ത് അവിടെ നിന്നും പോകാൻ തുടങ്ങി. ഇത് ഡോക്ടർ തടഞ്ഞു. ഇവിടെ എല്ലാത്തിനും ഓരോ കാര്യങ്ങൾക്കും ഫോർമാലിറ്റീസ് ഉണ്ട്, മാത്രവുമല്ല ഈ ബോഡി ഓട്ടോപ്സി ചെയ്യണമെന്നും ഡോക്ടർ അവരോട് പറഞ്ഞു. ഇത് കേട്ടതും സുനിതയും നരസിംഹറാവുവും ഞെട്ടി. കാരണം ഓട്ടോപ്സി ചെയ്താൽ ഇത് കൊലപാതകമാണെന്ന് എന്തായാലും കണ്ടുപിടിക്കും. ഇതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞ മറുപടി വേറൊന്നുമല്ല, ഇത് ചെറിയൊരു കുട്ടിയുടെ ശരീരമാണ്, നിങ്ങളിങ്ങനെ വെട്ടിയും കീറിയൊക്കെ ദ്രോഹിക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്, അതുകൊണ്ട് ഇതിന് ഞങ്ങൾ സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ട് ഈ അമ്മായിയപ്പനും മരുമകളും കൂടി അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. പ്രശ്നം വഷളായതോടെ ആശുപത്രിക്കാർ കമ്മം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിക്കുകയാണ്. പോലീസ് ആശുപത്രിയിലെത്തിയതും സുനിതയും നരസിംഹറാവുവും ഓടിച്ചെന്ന് പോലീസിൻ്റെ കാൽക്കൽ വീണ് സാർ ഇതിന് കൂട്ടു നിൽക്കരുതെന്ന് കരഞ്ഞപേക്ഷിച്ചു. എന്നാൽ ഡോക്ടർ പോലീസിനെ തനിയെ മാറ്റി നിർത്തി ഇതൊരു കൊലയാണെന്നും ശരീരത്തിലെ പാടുകൾ അതിൻ്റെ ലക്ഷണങ്ങളാണെന്നും പറഞ്ഞു കൊടുത്തു. ഇതോടെ പോലീസ് മഹാദേവിയുടെ ശരീരം പരിശോധിച്ചു. ഡോക്ടർ പറയുന്നത് 100% ശരിയാണെന്ന് മനസ്സിലായ പോലീസ് കുട്ടിയുടെ ബോഡി ഓട്ടോപ്സി ചെയ്ത ശേഷമേ എന്തായാലും വിട്ടുതരികയുള്ളൂ എന്ന് നരസിംഹറാവുവിനോടും സുനിതയോടും ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞു. സംഭവം അറിഞ്ഞു വന്ന അച്ഛൻ ഹരികൃഷ്ണനെ മഹാദേവിയുടെ ശരീരത്തിലെ പാടുകളൊക്കെ കാണിച്ച് പോലീസും ഡോക്ടേഴ്സും തങ്ങളുടെ സംശയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇതോടെ ഹരിക്കും ഓട്ടോപ്സി ചെയ്ത് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്ന് തോന്നുകയാണ്. അച്ഛനായ ഹരികൃഷ്ണൻ്റെ സമ്മതപ്രകാരം തന്നെ മഹാദേവിയുടെ ബോഡി ഓട്ടോപ്സി ചെയ്യുന്നു. ഈ കേസ് അന്വേഷിച്ച SI കവിത, CA മുരളി എന്നിവർ ആ നാട്ടിൽ ഈ കുടുംബത്തിനെ പറ്റി കൂടുതൽ അന്വേഷിക്കുകയാണ്.
ഈ അന്വേഷണത്തിൽ സുനിതയ്ക്ക് ഒരു കാമുകൻ ഹരി അറിയാതെ ഉണ്ടായിരുന്നു എന്ന വിവരം നാട്ടുകാർക്കും അറിയാമെന്ന് പോലീസിന് മനസ്സിലായി. ആ കാമുകനെ പിടികൂടി അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് അവളുമായിട്ട് ഒരു റിലേഷൻ എനിക്കുണ്ടായിരുന്നു എന്നത് സത്യം. പിന്നീട് അവൾ തന്നെ അതിൽ നിന്നും ഒഴിവായി. പിന്നീട് അവളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഒരു കൊച്ചു കുട്ടിയെ കൊല ചെയ്യാൻ മാത്രം അത്ര ദുഷ്ടനുമല്ല ഞാൻ എന്നും പറഞ്ഞിട്ട് അയാൾ കരയാൻ തുടങ്ങി. അതിൽ നിന്നും കവിതയ്ക്ക് അയാൾ നിരപരാധിയാണെന്ന് തോന്നുകയാണ്. പിന്നീട് സംശയം മരുമകളിലേക്കും അമ്മായിയപ്പനിലേക്കും തിരിയാൻ തുടങ്ങി. കാരണം ഇവരാണ് ഈ ഓട്ടോപ്സിക്ക് ഏറ്റവും കൂടുതൽ ശക്തമായി എതിർത്തതും. അതുമാത്രമല്ല, ഈ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ സമയത്തൊക്കെ ഇവരാണ് വീട്ടിലുണ്ടായിരുന്നവരും. അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും മാറ്റി മാറ്റി ഇരുത്തി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപാട് പൊരുത്തക്കേടുകൾ വരികയാണ്. പോലീസ് അവരുടെ സ്റ്റൈലിൽ തന്നെ പിന്നീട് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതോടെ ആദ്യം സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് നരസിംഹറാവു ആയിരുന്നു. അത് കേട്ട് പോലീസ് വരെ ഞെട്ടിപ്പോയി. ഇവരെ രണ്ടുപേരെയും തെളിവുകളോടെ കോടതിയിൽ ഹാജരാക്കി. ഇപ്പോൾ ഇവർ ജയിലിലാണ്. ഭാര്യ ചെയ്ത ദ്രോഹത്തിനേക്കാളും സ്വന്തം അച്ഛൻ ചെയ്ത ദ്രോഹമാണ് ഹരികൃഷ്ണനെ വേദനിപ്പിച്ചത്. മാത്രവുമല്ല, 12 വർഷം വളർത്തിയ മകളെ നഷ്ടപ്പെട്ട വേദനയും അയാളെ തളർത്തി. ഈ ഒരു സംഭവത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.